ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രീ ഫയറിൽ ഷോർട്ട് ഗൺ വെച്ചിട്ട് വണ്ട പഠിക്കാനൊക്കെ സഹായിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് വണ്ടാപ്പ് കാര്യങ്ങളൊക്കെ ഷോർട്ട് ഗൺ വെച്ചിട്ട് അടിക്കാൻ പറ്റുമൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം നമ്മളാണ് 50K സബ്സ്ക്രൈബേഴ്സിനോട് വളരെ ക്ലോസ് ആണ്. അതിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, സോ ഈ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഈ നമ്മളൊരു 4 ടിപ്സ് ആയിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു 4 കാര്യം നിങ്ങൾ അതേപോലെ അങ്ങോട്ട് നിങ്ങളുടെ ഗെയിം പ്ലേയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷോർട്ട് ഗൺ വെച്ച് വണ്ടാപ്പൊക്കെ അടിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയിം എവിടെ വെക്കണമെന്നുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഷോർട്ട് ഗണ്ണൊക്കെ വെച്ച് കളിക്കാൻ നേരത്ത് എയിമാണ് നമ്മുടെ വൺ ടാപ്പിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, നമ്മളത് എവിടെ വെക്കണം എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എന്താ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നമ്മുടെ എയിമാണ് എപ്പോഴും ഒരു എനിമിയുടെ ബോഡിയുടെ താഴെയായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എനിമിയുടെ ഫീറ്റിൻ്റെ താഴെയായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ നിന്ന് സ്ട്രെയിറ്റ് ഡ്രാഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വൺ ടാപ്പ് ഹെഡ്ഷോട്ട് കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു സംഭവം കുറച്ച് നാൾ ട്രൈ ചെയ്യണം. ഓക്കെ, ആദ്യത്തെ 2-3 വട്ടം ചെയ്തിട്ട് വർക്കായില്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കുറേ വട്ടം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വണ്ട പിടിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ പ്രോ പ്ലേയേഴ്സിൻ്റെയും വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവർ ഇതുപോലെ എനിമിയുടെ ബോഡിയുടെ താഴെ എയിം കാര്യങ്ങൾ വെച്ചതിന് ശേഷം സ്ട്രെയിറ്റ് ഡ്രാഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് വണ്ടാപ്പ് കാര്യങ്ങളൊക്കെ അവർ കയറുന്നത്. ഈ ഒരു സംഭവം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. സോ നമ്മൾ ഇതിൽ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ ഏത് ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഗെയിമിൽ നല്ല രീതിക്ക് ഇത് വരുന്നൊരു കാര്യമാണ്. കാരണം ക്യാരക്ടേഴ്സിനൊക്കെ നല്ല രീതിക്ക് സ്കിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റുള്ള പ്ലേയേഴ്സ് ആ നല്ല ലെവലായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമ്മളതനുസരിച്ച് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടാപ്പ് കാര്യങ്ങളൊക്കെ കയറാൻ വെച്ചിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ 4 ക്യാരക്ടേഴ്സിന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു 4 ക്യാരക്ടേഴ്സിന് നിങ്ങൾ എക്യുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് കളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കും പ്രോപ്പറായിട്ട് ഹെഡ്ഷോട്ട് അടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒന്നാമത്തേന്ന് പറയുമ്പോൾ ഒരു ആക്റ്റീവ് സ്കില്ലാണ്. അതായത് നമ്മുടെ തട്സുയയുടെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്പീഡിനും റഷിങ്ങിനും വേണ്ടിയിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ കൂടുതൽ യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് വേറെ ലെവലായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. നമ്മളിപ്പോൾ ഷോർട്ട് ഗൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ക്ലോസ് റേഞ്ച് ഫൈറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ല റഷിങ് കാര്യങ്ങളൊക്കെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ തട്സുയ ആ ഒരു ഫേസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ തട്സുയ ഉറപ്പായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം വരുന്നതെന്ന് പറയുമ്പോൾ ലൂണ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ ലൂണ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു എബിലിറ്റി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മൂവ്മെൻറ്റ് സ്പീഡ് പ്ലസ് റേറ്റ് ഓഫ് ഫയർ കാര്യങ്ങളൊക്കെയാണ് ഈ ലൂണ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതും വേറെ ലെവലായിട്ടൊരു സംഭവമാണ്. മൂവ്മെൻറ്റ് സ്പീഡും അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫയറും രണ്ടും നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ അടുത്തായിട്ട് യൂസ് ചെയ്യുക. അടുത്ത പറയുന്നത് കരോളിനാണ്. കരോളിൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു എബിലിറ്റി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷോർട്ട് ഗൺ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് ഓടുകയാണെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ് സ്പീഡ് കാര്യങ്ങളൊക്കെ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഷോർട്ട് ഗൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കരോളിൻ യൂസ് ചെയ്തില്ലെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ലാസ്റ്റായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ DB എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂവ്മെൻറ്റ് സ്പീഡും അതുപോലെ നമ്മുടെ ആക്യുറസിയും കൂടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും DB എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കൊണ്ട്. അപ്പോൾ ഈ ഒരു 4 ക്യാരക്ടേഴ്സും വേറെ ലെവലായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ. ഷോർട്ട് ഗൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള സാധനം എന്താണ്? മൂവ്മെൻറ്റ് സ്പീഡ്, റഷിങ്, റേറ്റ് ഓഫ് ഫയർ, ഇതൊക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഈ ഒരു 4 ക്യാരക്ടേഴ്സിന് ഈ ഒരു 4 സംഭവങ്ങളും വേറെ ലെവലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 ക്യാരക്ടേഴ്സ് നിങ്ങൾ ഈ ഒരു ഷോർട്ട് ഗൺ വെച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഈ അടുത്തൊരു ടിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം നമ്മൾ കുറേ കഷ്ടപ്പെട്ടാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊരു ലൈക്കും ചെയ്യുക. അതിൽ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ഏത് ടോപ്പിക്കിനെ കുറിച്ചുള്ള വീഡിയോ വേണമെന്നും ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. സോ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കിയാണെങ്കിൽ നമ്മുടെ ഫയർ ബട്ടൻ്റെ സൈസാണ്. ഓക്കെ, അപ്പോൾ ഫയർ ബട്ടൻ്റെ സൈസ് എപ്പോഴും നമ്മളാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ പല പ്ലേസിൻ്റെ ഇത് കണ്ടിട്ടുണ്ട്. അവരാണെങ്കിൽ മറ്റുള്ള പ്ലേസിൻ്റെയൊക്കെ PC പ്ലേസിൻ്റെയൊക്കെ കണ്ടിട്ട് ഫയർ ബട്ടനൊക്കെ ഒത്തിരി ചെറുതാക്കി ഹെഡ്ഷോട്ട് പ്രോപ്പറായിട്ട് കയറും ഭയങ്കര ആക്യുറസി ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെക്കുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. PC പോലെയല്ല നമ്മുടെ മൊബൈലിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറുതായിട്ടൊക്കെ ഫയർ ബട്ടൺ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ കൈക്ക് ഒതുങ്ങുന്ന രീതിക്ക് ഫയർ ബട്ടൺ കാര്യങ്ങളെ സെറ്റ് ചെയ്താക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പം ഫയർ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഫയർ ബട്ടൺ ഞെക്കുമ്പോൾ ഫയർ ബട്ടൺ പ്രസ് ആവുന്നില്ല, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫയർ ബട്ടൺ ചെറുതായിരിക്കും, അല്ലെങ്കിൽ വെക്കുന്ന സ്ഥലത്തായിരിക്കുന്നില്ല നിങ്ങൾ വെക്കുന്ന. നോക്കുക, അപ്പോൾ ഒരു പ്രോപ്പർ പൊസിഷനിൽ ഒത്തിരി താഴെയല്ല എന്നാൽ ഒത്തിരി മുകളിലും അല്ലാത്ത രീതിയിൽ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സൈസിൽ ഫയർ ബട്ടൺ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. സോ അതടുത്തത് നമ്മുടെ മെയിൻ തിങ് നമ്മുടെ സെൻസിറ്റിവിറ്റി ആണ്. ഓക്കെ, നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് സെൻസിറ്റിവിറ്റി. അതെങ്ങനെ ചെയ്യണമെന്ന് പല ആൾക്കാരോടും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പം എന്തായാലും ഒന്നുകൂടെ പറഞ്ഞുതരും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ സെൻസിറ്റിവിറ്റി എന്താണ് നിങ്ങൾക്ക് വെക്കേണ്ടത് എന്നാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഹൈ സെൻസിറ്റിവിറ്റി നിങ്ങളിപ്പോൾ കളിക്കാൻ നേരത്ത് നിങ്ങളുടെ ഫയർ ആണെങ്കിൽ എനിമിയുടെ ദേഹത്തേക്ക് കയറുന്നില്ല, ഭയങ്കര മുകളിലേക്ക് പോവുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിലാണെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 20 വെച്ച് മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 10 വെച്ച് മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 5 വെച്ച് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എപ്പോഴാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ലെവൽ എത്തുന്നത് അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ. അപ്പം ലോ ആയിട്ടുള്ള ആൾക്കാരോട് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ സെൻസിറ്റിവിറ്റി ഭയങ്കര ലോ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100-ന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുക. 100, 110, 120 അങ്ങനെ വെച്ച് കൺട്രീസ് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 200 തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ പ്രോപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ. സോ അതായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.